ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇതൊരു പുതിയ ആപ്പിളക്കറിയാണ് കേട്ടോ. മീൻസ് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, പക്ഷേ പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല മട്ടൻ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു വലിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി കൊടുക്കാം. ചെറുതായി വേണം കേട്ടോ ഉള്ളി അരിഞ്ഞെടുക്കാൻ. ചോപ്പ് ചെയ്തിട്ടാൽ അത്രയും നല്ലത്. കാരണം ഈ കറിയിൽ ഉള്ളി തീരെ കാണാൻ പാടില്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വഴറ്റാൻ സമയമില്ലെങ്കിൽ എന്തായാലും ചോപ്പ് ചെയ്തിടണം കേട്ടോ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളീൻ്റെ പകുതിയോളം എടുക്കുക, ഒരു 10 അല്ലിയോളം എടുക്കുക. നന്നായി കഴുകി ബ്ലെൻഡറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉള്ളി മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ മാത്രമല്ല, എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ. ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നാൽ ഉള്ളി വേഗം വഴണ്ടി കിട്ടും. പിന്നെ ഇതിലോട്ട് 1-2 തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഒറ്റൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റി കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. പക്ഷേ ഈ കറിയിൽ വെള്ളം ചേർത്തുവിടാം കേട്ടോ. പിന്നെ സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ പാടില്ല. വലിയ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇടാം. മുളക് പൊടി തീരെ യൂസാക്കാൻ പാടില്ല. മല്ലിപ്പൊടി 2-3 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പിന്നെ 2ാം പാൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. 2ാം പാലിലാണ് മട്ടൻ വേവിക്കേണ്ടത്, അല്ലെങ്കിൽ മട്ടൻ മാത്രമായിട്ടും ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. വെള്ളം തീരെ ചേർക്കണ്ട, അപ്പോൾ ഈ കറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് പോയിപ്പോവും. പിന്നെ കുറച്ച് 2ാം പാലോ അല്ലെങ്കിൽ മട്ടനോ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2ാം പാൽ കുറച്ച് ചേർത്തിട്ട് നന്നായി പേസ്റ്റ് ആക്കുന്നുണ്ട്. ഇനി ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മട്ടനുമാണ് കേട്ടോ. ഞാനിപ്പോൾ മട്ടൺ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നന്നായി വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിട്ട് പിന്നെ ഒരു 13 മിനിറ്റ്സ് ചെറിയ തീയിൽ വെക്കുക. പിന്നെ തേങ്ങ ആവശ്യത്തിന് വലിയ ജീരകം ഇട്ട് നന്നായി അരച്ചെടുക്കുക. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുതിയ ആപ്പിളക്കറി റെഡി ആയിട്ടുണ്ട്. ആണുങ്ങൾക്കെല്ലാം പേഴ്സണലി നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കൊന്നും ഇക്കാര്യം തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബായ്, അസ്സലാമു അലൈക്കും.